ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുടംപുളി ഇട്ട് വെച്ച നല്ല ഫിഷ് കറിയാണ്. ഇത് ആലപ്പുഴക്കാരുടെ കറിയാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം, കൊള്ളാവുമെന്ന്. നോക്കിയ വറ്റയാണ് കേട്ടോ ഇന്നത്തെ മീൻ. ആ മീനിൻ്റെ മണം അടിച്ചപ്പോൾ തൊട്ട് ഇവൻ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. നോക്കിക്കുക, ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തേങ്ങ വേണം, 1 സ്പൂൺ ഉലുവ, 1 സ്പൂൺ പെരിഞ്ചീരകം, 1 സ്പൂൺ കുരുമുളക്, 3 ഉള്ളി, 5 വെളുത്തുള്ളി, 1 തണ്ട് കറിവേപ്പില. ഇത്രയുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ആദ്യമേ തന്നെ ചട്ടിയിലിട്ട് വറുക്കേണ്ടത്. അത് തേങ്ങയോടൊപ്പം വറുത്ത് കഴിഞ്ഞാൽ അത് മൂത്ത് കിട്ടത്തില്ല. ഉലുവയുടെ മണം നമുക്ക് കറിക്ക് വരണമെങ്കിൽ ആദ്യം തന്നെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വറുത്ത് മാറ്റണം. വറുത്തതിന് ശേഷം മാത്രമേ നമ്മളെന്ത് ചേർക്കാവൂ, തേങ്ങ ഇട്ട് വറുക്കാവുള്ളൂ. നോക്കിക്കേ, അത് ഞാൻ വറുക്കാൻ വേണ്ടി ഇടുകയാണ്. നല്ല മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമായി ഈ ഉലുവയ്ക്ക്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം തേങ്ങ ചേർക്കുക. തേങ്ങ ചേർക്കുമ്പം തന്നെ നമ്മൾ ചെറിയ തീയാക്കി വെച്ചിട്ട് വേണം തേങ്ങ ചേർത്ത് വറുത്തെടുക്കാൻ. തേങ്ങ കൂടുതൽ തീയിലിട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും മാറും, ടെക്സ്ചറും മാറും. തീയിലിട്ട് നമ്മൾ വറുത്തെടുക്കുക. വറുത്തതിന് ശേഷം 2 സ്പൂൺ മുളക് പൊടിയും അതിൻ്റെ പകുതി 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ആഡ് ചെയ്യേണ്ടത്. അത് തീ കുറച്ചിട്ട് നേരിയ തീയിൽ ആ ചട്ടിയുടെ ചൂടിൽ വേണം ആ പൊടികൾ വറുത്തെടുക്കാൻ. അല്ലെ പൊടിയുടെ നിറവും മണവും മാറിപ്പോവും, കറിക്ക് വേറൊരു രുചിയായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ വേണം ചെയ്തെടുക്കാൻ. ഇതിന് ശേഷം ഇത് നോക്കിക്കാൻ വറുത്ത് കഴിയുമ്പോൾ ഈ കളറായി മാറും. ഇതിന് നമ്മൾ മിക്സിയിലിട്ട് അരക്കുമ്പോൾ വേറൊരു പ്രത്യേകതയുണ്ട്. കുറച്ച് വെള്ളം ഉപയോഗിച്ച് ആദ്യമേ അരക്കുക. അപ്പോൾ തേങ്ങയുടെ എണ്ണ അത് നല്ലതുപോലെ കറിയിൽ തെളിയാൻ സഹായിക്കും, അരയാനും സഹായിക്കും. അതുകൊണ്ട് ചെറിയ ജാറിലിട്ട് അല്ലെങ്കിൽ എന്താ പറയുന്ന കുറച്ച് വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ ആദ്യമേ അരയ്ക്കുക. അതിന് ശേഷം ബാക്കി വെള്ളവും കൂടെ ഒഴിച്ച് വേണം ഇത് ലൂസാക്കി അടിച്ചെടുക്കാൻ. അടിച്ചെടുക്കുമ്പോൾ കണ്ടോ ഇതുപോലെ കിട്ടും. ഇത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്ത് കുടംപുളിയും ഉപ്പും എല്ലാം ചേർത്ത് തിളപ്പിക്കാൻ വെക്കും. നോക്കിക്കേ, വേവിക്കാൻ വെക്കുമ്പോൾ ഇത് തിളക്കുമ്പോൾ തന്നെ ഒരു മണമാണ് വരുന്നത്. അടിപൊളി മീൻ കറിയാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോ, സൂപ്പറാണ്. ഇത് ആലപ്പുഴക്കാരുടെ മീൻ കറിയാണേ. അപ്പം എൻ്റെ ചാനൽ പുട്ടും കട്ടനും എന്ന ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ടൊന്ന് കമൻ്റ് ഇടണം നിങ്ങളിത് ചെയ്തു നോക്കിയോ ഇല്ലയോ എന്നുള്ളത്.